കണ്ണൂരിന്റെ ഹൃദയരക്തം എന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി കെ സുധാകരൻ എത്തിയിരിക്കുകയാണ്. സീറ്റില്ലാത്തതിൽ കടുത്ത അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. പരസ്യമായി തന്നെ അദ്ദേഹത്തിന് പക്ഷേ വലിയ പിന്തുണ കണ്ണൂരിലുണ്ട്. യുവനേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. റുജിൽ മാക്കുറ്റി, മുഹമ്മദ് ഷമാസ്, DCC ജനറൽ സെക്രട്ടറി KP സാജു എന്നിവർ സുധാകരന്റെ വീട്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അർജുൻ കല്യാടും റോഷിബാലുമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം അർജുൻ കല്യാടിലേക്കാണ്. അർജുൻ, ഇപ്പോൾ സുധാകരന്റെ വീടിന് മുന്നിലെ കാഴ്ച എന്താണ്? റുജിൽ മാക്കുറ്റി പറയുന്നത് കേട്ടിരുന്നു നേരത്തെ. സീറ്റില്ല എന്ന് പാർട്ടി പറഞ്ഞോ, അങ്ങനെ നിങ്ങൾ കേട്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയായാലും ഞങ്ങളൊക്കെ ഉണ്ടായത് കെ സുധാകരൻ ഞങ്ങളെ വളർത്തിയത് കൊണ്ടാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വൈകാരികതയിൽ ഊന്നിയ പ്രതികരണം നടത്തുന്ന നേതാക്കൾ തന്നെയാണ് റിജിലായാലും മുഹമ്മദ് ഷമാസ് ആയാലും, അവരൊക്കെ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, തീർച്ചയായിട്ടും KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്, മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന റിജിൽ മാക്കുറ്റി, DCC ജനറൽ സെക്രട്ടറി KP സാജു തുടങ്ങി കെ സുധാകരന്റെ കടുത്ത അനുയായികളായിട്ടുള്ള നേതാക്കളാണ് ഇപ്പോൾ സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പറയുന്ന നേതാക്കളെല്ലാം തന്നെ സുധാകരനുമായി സംസാരിക്കുന്നതിന് വേണ്ടി, ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവരെല്ലാം പറയുന്നത് നിലവിൽ എന്തായാലും KPCCയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നേതൃത്വമോ സുധാകരൻ നിലവിൽ കണ്ണൂരിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ്, അതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ അത് ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. ആ തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലെ കൗൺസിലറുമൊക്കെ ആയിട്ടുള്ള റിജിൽ മാക്കുറ്റി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കണ്ണൂരിൽ ഞങ്ങളെയൊക്കെ നേതാവാക്കിയത്, ഞങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഏത് സാഹചര്യത്തിലും നിൽക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ള കാര്യമാണ് അവരെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പ്രതികരണവും വൈകാരികമായി തന്നെ കാണേണ്ടി വരും. കാരണം റിജിൽ മാക്കുറ്റി ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കെ സുധാകരൻ്റെ പങ്ക് നിർണായകമായിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം തന്നെയാണ് റിജിൽ മാക്കുറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസും കെ സുധാകരൻ്റെ വീട്ടിലുണ്ട്. KP സാജു DCC ജനറൽ സെക്രട്ടറി സുധാകരൻ്റെ വീട്ടിലുണ്ട്. നിരവധിയായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാർ സുധാകരൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ളവരൊക്കെ സുധാകരൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ സുധാകരനുമായി ഒരു യോഗം ചേർന്നുകൊണ്ട് എന്താണ് ഇനി തുടർന്നെടുക്കേണ്ട തീരുമാനങ്ങൾ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ കണ്ണൂരിലെ നടാലിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിന് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് എന്താണ് തൻ്റെ മനസ്സിലുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നതും വളരെ പ്രധാനമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് നിലവിൽ എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ സന്നദ്ധമല്ല എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് നേതൃത്വമോ അല്ലെങ്കിൽ KPCC നേതൃത്വവും ഒക്കെ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം മാത്രം പ്രതികരണം എന്ന രീതിയിലാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക്, വലിയ രീതിയിലുള്ള ഒരു അമർഷത്തിലേക്ക്, അസംതൃപ്തിയിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുന്നു. കണ്ണൂർ സീറ്റ് നൽകുമെന്നുള്ള ഉറപ്പ് മുൻപ് നൽകുകയും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആ തീരുമാനങ്ങളും ആ ഉറപ്പുകളും ഒക്കെ പാടെ ലംഘിക്കുന്ന നിലപാടാണ് നേതൃത്വം. എന്താണ് ഇനി സുധാകരന്റെ അടുത്ത ആക്ഷൻ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും